ഞാൻ വിഷ്ണു. ഇതെൻ്റെ കഥയാണ്. ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളുമുള്ള ഒരു 16 വയസ്സുകാരൻ്റെ കഥ. അമ്മ മരിച്ച ശേഷം എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത് എൻ്റെ അച്ഛനാണ്. എന്നും ഒരു അലാറം പോലെ അച്ഛൻ വന്ന് എന്നെ തട്ടി വിളിക്കാറുണ്ട്. രാവിലെ 7 മണിയായ ഞാൻ എൻ്റെ ആദ്യത്തെ അംഗം ആരംഭിക്കും. എൻ്റെ സൈക്കിൾ ചവിട്ടാനുള്ള മടി നാട്ടിലെങ്ങും പാട്ടാണ്. എന്നും രാവിലെ പോകാൻ നേരത്ത് ചിത്ര സിനിമയുടെ ക്ലൈമാക്സിൽ ലാലേട്ടൻ MG സോമനോട് ചോദിക്കുന്ന പോലെ ഞാൻ എൻ്റെ അച്ഛനോട് ചോദിക്കും, ഇന്നെങ്കിലും എന്നെ ഒന്ന് കൊണ്ടുവിട്ടൂടെ. പിന്നെ സൈക്കിളും എടുത്ത് അടുത്ത അംഗം ആരംഭിക്കുകയായി. ഇതാണ് എൻ്റെ സ്കൂൾ, ലയൺസ് ഹയർ സെക്കൻഡറി. ഇതൊരു ബോയ്സ് സ്കൂളാണ്. എന്ന് വെച്ച് അത്ര വലിയ വായനോക്കികളൊന്നും ഇവിടെ ഇല്ല. എനിക്കങ്ങനെ പറയത്തക്ക ഫ്രണ്ട്സ് ഒന്നുമില്ല, ഒരു 3 പേര്. സിദ്ധുവിന് എന്താ പറ്റിയേ? ഇന്ന് ലീവാണല്ലോ. ആ പുലൻ പഠിക്കുകയായിരിക്കും. ഹേയ്, അവൻ അങ്ങനെ നമ്മളെ ചതിക്കൂ? എന്താ നേരെ? എടാ, അപ്പൊ ഒന്നും അറിഞ്ഞില്ലേ? സിദ്ധുവിന് അസുഖം കൂടി, ഉടനെ ആശുപത്രിയിൽ കൊണ്ടുപോകും. എന്നിട്ടിപ്പോ അവൻ എവിടെയാ? കോപ്പറേറ്റീവിലുണ്ട്, ഉച്ചയ്ക്ക് കൊണ്ടുപോകും. മുമ്പ് അവനൊന്ന് കാണണ്ട. 4 മണി വരെ നമുക്ക് ക്ലാസ് ഉണ്ടല്ലോ. നമുക്ക് ലഞ്ച് ബ്രേക്കിന് മുങ്ങാം. ഫോട്ടോകാശ് എന്റെ അടുത്തുണ്ട്. പെട്ടാ സസ്പെൻഷൻ ഉറപ്പാ. പോസിറ്റീവായി ചിന്തിക്കും മച്ചാ. അപ്പൊ നമുക്ക് മുങ്ങാല്ലേ? അടറാ ചി അടിടാ. അപ്പൊ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. നാളെ വരുമ്പോൾ താങ്ക് യു സർ. നടക്ക് പോവാ. ഏത് വഴി വേണം? പോവാ. അവിടെ നിൽക്കടാ. എനിക്കിത് കാണാൻ പറ്റുന്ന നീ എന്ത് കാത്തിരിക്കാ? വേഗം ഇറങ്ങടാ. എനിക്ക് തല ഇറങ്ങണ. പൊട്ടനെയും കൊണ്ട് ഇറങ്ങിയപ്പോഴേ വിചാരിച്ചു ഇന്നത്തെ ദിവസം പോക്കാം. വാ, ചോട്ട് വാ കേറേ. സോമ, അവൻ ചാടിയിടാ.
നിങ്ങളെങ്ങനെ ഇവിടെ? മതില് ചാടി. സമ്മതിച്ചു തന്നിരിക്കുന്നു. നിങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല അല്ലേ? നിൽക്കണം എന്നുണ്ട് മച്ചാ, പക്ഷെ ക്ലാസ് കട്ട് ചെയ്ത പണി കിട്ടും. നെക്സ്റ്റ് ടൈം ഞങ്ങൾ ലീവ് എടുക്കാം. പോടാ പട്ടി. ഒക്കെ ശരിയായിട്ട് വാ, നിനക്ക് വേണ്ടി ഒരു ബിയർ കുപ്പിയായി ഞാൻ കത്തിരിക്കും. 4ാമത്തെ പെഗിൽ ഐസ് ക്യൂബ് വീഴുന്നതിന് മുമ്പ് ഞാൻ എത്തും. ഓക്കേടാ, ശരിട്ടാ. എന്റെ പപ്പുവാ. ഓക്കെ. സിദ്ധുവിനോട് ടാറ്റ പറഞ്ഞ് ഇറങ്ങാൻ നേരത്താണ് തിരിച്ചു പോകാനുള്ള ഓട്ടോക്കാശ് എടുത്തില്ല എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന സത്യം ആശോഷ് ഞങ്ങളെ അറിയിച്ചത്. പിന്നെ ഞങ്ങൾ ഒറ്റ വഴി. തിരിച്ചു കയറുമ്പോ മതിലിന് പൊക്കം കൂടുന്നുള്ള കാര്യം എനിക്ക് അന്നാണ് മനസ്സിലായത്. അവന്മാര് ഈസി ആയിട്ട് മതിലിന് വഴി ചാടി. ഞാൻ എൻട്രൻസ് വഴി വരാൻ തീരുമാനിച്ചു. എന്നെ കാത്തുകൊണ്ട് പൂമുഖവാതിൽക്കൽ സ്നേഹത്തോടെ സെക്യൂരിറ്റി നിൽക്കുന്നുണ്ട്. ചേട്ടൻ അന്വേഷിച്ച് എവിടെയൊക്കെ പോയി? ചേട്ടൻ സുധാമ വിളിക്കുന്നു. അവിടെ നീ എപ്പോഴാ പുറത്തേക്ക് പോയത്? ഞാനിപ്പോ അകത്തേക്കല്ലേ വന്നത്. പുറത്ത് പോയാലല്ലേ അകത്ത് വരാൻ പറ്റും. ഞാൻ മറ്റേ ഗേറ്റിൽ കൂടെ പോയി ഈ ഗേറ്റിൽ കൂടെ വന്നു. അതിന് ആ ഗേറ്റ് ക്ലോസ് അല്ലേ? അതാണല്ലോ ചേട്ടാ ഞാൻ ഈ വഴി വന്നത്. ചേട്ടനൊരു കുഴപ്പമില്ല. ചേട്ടൻ എന്തെങ്കിലും പോയി സുധാമാമിനെ കണ്ടോളൂ. ഞാനിപ്പോ വരാം. രക്ഷപ്പെട്ടു മച്ചാനെ. സാർ മേ കം ഇൻ? എവിടെയായിരുന്നടാ ഇതുവരെ? സാർ ബാത്റൂം സാർ. യുവർ ഇൻ പാസ്. ഇതിന് മാത്രം നിനക്കൊക്കെ എന്താ ഉള്ളത്? കാണിച്ചു കൊടുക്കണം. വേണ്ട, ചെക്കൻ പേടിക്കും. മേ കം ഇൻ സർ? സാറ് മൂത്രമൊഴിക്കാൻ പോയതാണോ? സോറി സാർ, ഇനി മേലെ ഞാൻ ആവർത്തിക്കില്ല. കൊപ്പത്ത് പുതിയ മാളിൽ ഉദ്ഘാടനം ആരാന്നറിയോ? നമ്മുടെ സീമ. സീമയല്ലടാ, CM നമ്മുടെ ചാണ്ടി സാറ്. കളഞ്ഞ് ഇതുവരെ അതൊരു ബോയ്സ് ഹൈസ്കൂളായിരുന്നു. ഇനി അത് മിക്സഡ് ആക്കാൻ പോവുക. പുതിയ 2 കുട്ടികൾ വന്നിട്ടുണ്ട്. അവരെ ഞാൻ വിളിക്കാൻ പോവുക. അച്ഛാ, പുതിയ 3 അഡ്മിഷൻ ഉണ്ട്. ആരൊക്കെയാ? 3 പേര്. ഒരു ഗോപിക, ഒരു കാർത്തിക്, പിന്നെ ഒരു ജെനി. എങ്ങനെ, കൊള്ളാവോ? അതെനിക്കെങ്ങനെ അറിയാം? അല്ല, പിള്ളേര് കൊള്ളാവോ? അച്ഛാ, സാരേ ജഹാസേ അച്ഛാ. ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് യുവർ സിസ്റ്റേഴ്സ്. അങ്ങനെ ഇരിക്കുകയാണ് മലേഷ്യൻ പര്യടനം കഴിഞ്ഞ് അവൻ വന്നത്. ജിതിൻ. ചില സമയങ്ങളിൽ ആളുടെ സ്വഭാവം വളരെ മോശം. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കിടയിൽ അവനൊരു ഇരട്ട പേര് സൈത്ത. I am here. എല്ലാവർക്കും വലിയ നമസ്കാരം വിഷ്ണുഭായ്.
ഓ എന്താ ഒരു പോസ്. അല്ല ഇപ്പോഴും നിനക്കൊരു വ്യത്യാസവും ഇല്ലല്ലോടെ. ഉണ്ടക്കവള് ചെറിയാലും ഒരു 6ാം ക്ലാസ്. ആ ഇതാര്, ജെനിയല്ലേ? ആരാ മനസ്സിലായില്ലല്ലോ. ഞാൻ ഈ ക്ലാസ് തന്നെയാ. മലേഷ്യൻ പരിണാമം കാരണം കുറച്ച് ലേറ്റായി. ജെനി വിഷ്ണുവിനെ കണ്ട എന്ത് മോശമുണ്ടല്ലേ, തക്കാളിക്കവളും. വലിയ കുഴപ്പമൊന്നും എനിക്ക് തോന്നുന്നില്ല. പിന്നെ മറ്റുള്ളവരെ കളിയാക്കാൻ വലിയ ഇൻട്രസ്റ്റ് ആണെന്ന് തോന്നുന്നു. അയ്യോ ഭയങ്കര ചൂട്. ഞാൻ പുറത്തോട്ടെ. താങ്ക്സ്. എന്തിനാ ആദ്യേട്ടാ എന്നെ കുറിച്ച് ഒരാളിങ്ങനെ പൊക്കി പറയുന്നത്. ഇവിടെ സാറുമാരേ ഉള്ളൂ, ടീച്ചേഴ്സ് ആരും ഇല്ലേ? ഈ ബ്ലോക്ക് മുഴുവൻ സാറന്മാരാ. അപ്പോഴാണ് അമരത്തിലെ അശോകൻ സ്റ്റൈലില് ഒരുത്തം വന്ന് ജനാലിലൂടെ ജനിയെ എത്തി നോക്കിട്ട് പോയത്. ആരാ അവൻ? എന്നോട് പറയാൻ. ഏയ് അതൊന്നുമല്ല. പിന്നെ അമൃതയിൽ ഇവൻ എപ്പോഴും എന്റെ പിറകെ ആയിരുന്നു. ഭയങ്കര ശല്യമാ. ദാ ഇവിടെ വന്നപ്പോ അവനും ഇങ്ങോട്ട് അഡ്മിഷൻ മേടിച്ച് വന്നിരിക്കുന്നു. ചാണ്ടി ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്താടാ പന്നി? അല്ല, ചാണ്ടിന്ന് വിളിച്ചിട്ടുള്ള വരവ് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു നീ ആരെ അടിച്ചിടാൻ പോവാന്ന്. എടാ ഞാൻ അവക്ക് വാക്ക് കൊടുത്തു പോയടാ. അപ്പൊ നീ ഒരു മണുങ്കൂസനാണെന്ന് അവൾക്കറിയില്ലേ? ഏയ് നിനക്കിത് ആശിനോട് പറഞ്ഞൂടെ? അവനോട് പറഞ്ഞ അടി ഉറപ്പാ. എന്നിട്ട് സസ്പെൻഷൻ വാങ്ങിക്കൂട്ടും. പിന്നെ ഞങ്ങള് തമ്മിലുള്ള കരാറില് പെൺവേഷം സംസാരിക്കില്ലെന്നാ. അപ്പ സുരേഷിനെ വകവരുത്തണം. അവന്റെ പേര് സുരേഷ് എന്നാ? അതെ. നാളെ എന്താ ദിവസം? ചൊവ്വാഴ്ച. അതല്ലടാ, നാളെ രക്ഷാബന്ധന്റെയാ. മനസ്സിലായ? BBC അല്ല നായരെ. എന്താടാ? നിന്റെ വീടിന്റെ ഇവിടെ ഈ രക്ഷാബന്ധനം കിട്ടുമോ? കിട്ടും. ഒരു 3 വേണ്ടി വേടാ. എന്തിനാ 3? ഒന്ന് പൊട്ടി അടുത്തെടുക്കാലോ. പൊട്ടാനിത് എന്താടാ, മാത്സ് എക്സാം? ചാളി അടിക്കാതറാ. അല്ല അപ്പൊ 3 പൊട്ടിയാലോ? വാ പറഞ്ഞുതരാം. അയ്യേ അതൊക്കെ മോശമല്ലേ, ഞാൻ മാറ്റിട്ട് വരാം കേട്ടോ. വലിയ കുഴപ്പമൊന്നും എനിക്ക് തോന്നുന്നില്ല. അപ്പോഴേക്കും കിടന്നോ അതോ മടുപ്പ് തീർന്നോ? ഇപ്പോഴൊക്കെ ശരി. അവസാനത്തെ 5 മാസം ഹാർഡ് വർക്ക് ചെയ്യണം. 10ാം ക്ലാസ്സാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാറ്റിലും ഉപരി ജീവിതത്തിന്റെ വഴിത്തിരിവാണ്. ഇപ്പൊ 5ാം ക്ലാസ്സാണ്, ഇനി ഹൈസ്കൂളിൽ പോയി പഠിക്കേണ്ടതാ. നന്നായി പഠിച്ചോണേ. ഇപ്പൊ UKG ആണ്, ഇനി 1ാം ക്ലാസ്സിൽ പോണ്ടേ. നന്നായി പഠിക്കണം. എന്താടാ പ്രശ്നം? ഒന്നുമില്ല, വേണമെങ്കിൽ നീ ഒന്ന് പ്രാർത്ഥിച്ചോ. പറമച്ച എന്താ പ്രശ്നം? ഒന്നുമില്ലടാ. സുരേഷ് തിരിഞ്ഞു നോക്കൂ, മുറ്റത്തൊരു മൈ. അവളോ? വേണ്ട 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 വേണ്ട, ഞാൻ പറഞ്ഞില്ല വേണ്ട. അത് വേണ്ടെന്ന്. എന്നെ വിടൂ, എന്നെ വിട്. അയ്യോ പോയി. ഹാപ്പി അല്ലേ? ഓ ഇതൊക്കെ മച്ചാനെ വിഷ്ണു, അവളെ വീണടാ. തേനിമ്പം മൂളുന്ന വാനം പാടിയോ, കാരമ്പ് കണ്ണുള്ള നാണക്കാരിയോ. തേനിമ്പം മൂളുന്ന വാനം പാടിയോ, താരമ്പ് കണ്ണുള്ള നാണക്കാരിയോ. നോക്കുമ്പം പൂക്കുന്ന പാരിജാതമോ, ആരോ നീ അഴകി. ഉള്ളതുപോലെ പറയണം. നിനക്ക് അവളോട് പ്രേമോ അതെ? ഇൻഫാക്ട് ഇത് എന്താന്ന് അറിയില്ല ചാണ്ടി. എനിക്ക് അവളെ കാണുമ്പോ നെഞ്ച് പടപടാന്ന് ഇടിക്കും, വേർക്കും, കയ്യും കാലും ഒക്കെ അങ്ങോട്ട് വിറയ്ക്കും.
ഈ രോഗത്തിന്റെ പേരാണ് ലവ്. ആണോ? അറിയില്ല. എന്നെ കാണാൻ അവൾക്ക് എന്നെ ഇഷ്ടാവൂ. നിനക്കെന്താ ഒരു കുഴപ്പം? അത്യാവശ്യം വെളുപ്പമുണ്ട്, സൗന്ദര്യമുണ്ട്, പിന്നെ പൊക്കം. അത് അവൾക്കും ഇല്ലല്ലോ. എന്നാലും ഒരു ചേർച്ച. നമ്മുടെ സ്കൂളിൽ ആർക്കെങ്കിലും നീയായിട്ട് ചേർച്ചിട്ടുണ്ടെങ്കിൽ അത് അവൾക്ക് മാത്രം. അപ്പൊ ഞാൻ വാ പ്രൊസീഡ്. എന്നാൽ എനിക്ക് അതിലല്ല വിഷമം. എന്തൊക്കെയായിരുന്നു നിന്റെ വീമ്പ്? നിന്റെ ചരിത്രത്തിലൊരു പെണ്ണില്ല തേങ്ങ. മച്ചാ, ചരിത്രം വഴിമാറും ചിലർ വരുമ്പോൾ. ഹലോ മച്ചാ, നാളെ ജെനിയുടെ ബർത്ത്ഡേയാ. ഇതാര് പറഞ്ഞു? അതല്ലല്ലോ വിഷയം. എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണ്ട? അതൊന്നും വേണ്ട, എനിക്ക് പേടിയാ. ആ എന്നാ ശരി, ഗുഡ് നൈറ്റ്. എടാ വെക്കാതെ വെച്ചു പട്ടി. കൊടുത്ത കളറാവും, പക്ഷെ എവിടുന്ന്? വേണ്ട സമയത്തൊരു പുല്ലും കിട്ടൂല. 300 ഉള്ളൂ, ബാക്കിക്കെന്തിയും. ഹലോ, എന്താടാ വന്നി? എടാ എൻ്റെ 300 ഉള്ളൂ. ഏച്ചി, എടാ നിനക്കൊരു 200 ഇടാൻ പറ്റില്ലേ? 200 വേണമെങ്കിൽ ഒരു 100 ഇടാം. നാളെ എവിടെ എപ്പോ എത്തണമെന്ന് മാത്രം പറഞ്ഞാ മതി. നാളെ 7 മണിക്ക് നീ ആ ഓഫീസിലെത്ത്. ആ ഞാൻ വല്ല വഴിയുണ്ടെന്നോ. അപ്പൊ ശരി സഖാവേ, ഗുഡ് നൈറ്റ്. ബാക്കിക്കെന്തിയും പലവിധമാടണ കള്ളൻ, പലകമോതിരമറിയണ കള്ളൻ, അളവ് ചുവടുകൾ അനവധിയുണ്ടേ കള്ളൻ കള്ളൻ. വിരുന്നു മലകൂടി കാട്ടണ കള്ളൻ, കരുതി നടപടി നീക്കണ കള്ളൻ, നമ്മുടെ തസ്കരൻ അടിമുടി വമ്പൻ. കൂടാരം ഉണരാതെ ആരോരും അറിയാതെ വേരോടെ ഇരുടുന്നു വിരുദൻ വീരൻ. അച്ഛാ സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് കേട്ടോ. ശരിക്കും ഉണ്ട് അച്ഛാ. ഞാനും പണ്ട് ഒരുപാട് സ്പെഷ്യൽ ക്ലാസ് അറ്റൻഡ് ചെയ്തതാ. ആരാ കക്ഷി? സമ്മതിച്ചു, ഭയങ്കരം തന്നെ. ജെനീന്നാ പേര്. ഓ, ആ ന്യൂ സ്റ്റുഡന്റ്. അന്നെന്താ നീ പറഞ്ഞേ? ക്രിസ്ത്യാനി അച്ഛാ, അതാ പ്രശ്നം. നിനക്കൊരു കാര്യം അറിയോ? നിന്റെ അമ്മ ഒരു ക്രിസ്ത്യാനി ആയിരുന്നു, പിന്നെ ഞാൻ ഹിന്ദു ആക്കിയതല്ലേ. എടാ ഭയങ്കര. പിന്നൊരു കാര്യം, പഠിത്തത്തിൽ ഉഴപ്പരുത്, അതെനിക്ക് നിർബന്ധം. ഇല്ല അച്ഛാ. അച്ഛാ, ഇത് ഞാൻ ഇന്നലെ അച്ഛന്റെ പോക്കറ്റിൽ നിന്ന് എടുത്തതാ. അത് നീ വെച്ചോ? ഇന്നലെ ഞാൻ കണ്ടായിരുന്നു. എടാ, ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കുമ്പോ അത് അധ്വാനിച്ച് കാശ് കൊണ്ട് ഞാനിത് ഒരുപാട് അധ്വാനിച്ചിട്ടാണല്ലോ കിട്ടി. അച്ഛാ, യു ആർ ദ ബെസ്റ്റ്. വാ. അയ്യോ, ജെനി എവിടെ? വന്നിട്ടില്ലേ? ബർത്ത്ഡേ അല്ലേ, അതായിരിക്കും. ബർത്ത്ഡേ ആണെങ്കിൽ ലീവ് എടുക്കണോ? എന്റെ ബർത്ത്ഡേ ആണോ? എന്നോട് എന്തിനാ ചൂടാവുന്നത്? സോറി.
ഹായ്, നിങ്ങൾക്ക് ആ വിഷ്ണുവിലൊരു മാറ്റം തോന്നുന്നില്ലേ? അവനിപ്പോ മുടിഞ്ഞ പ്രയോഗത്തില ആ ജെന്യൂനായിട്ട്. അനാവശ്യം പറഞ്ഞ ചെപ്പി അടിച്ചു കുടിക്കും. എന്നെ എന്തിനാ തല്ലുന്നത്? സംശയം ഉണ്ടെങ്കിൽ അവനോട് പോയി ചോദിക്കും. ചോദിക്കണോണ്ട് തെറ്റൊന്നും. നീ ഇവിടെ ഉണ്ടായിരുന്നാ? നാളെ തന്നെ നാട്ടുകാരെ മുഴുവൻ അറിയിക്ക്. എന്താടാ? ഞങ്ങള് കുറച്ച് കാര്യങ്ങൾ കേട്ടോ, അത് ശരിയാണോന്ന് അറിയാൻ വേണ്ടി വന്നതാ. നീ ജെനിയായിട്ട് ഇഷ്ടത്തിലാ? ചാണ്ടിയോ? അതല്ലല്ലോ ഞാൻ ചോദിച്ചതിനുള്ള ഉത്തരം. അപ്പൊ സംഗതി സത്യമാണ് അല്ലേ? നമ്മൾ തമ്മിലൊരു കരാറുണ്ട്. നീ അത് തെറ്റിച്ചു. ഇത് വലിയ ആണവ കരാറൊന്നും അല്ലല്ലോ. അപ്പൊ അങ്ങനെയാണ് അല്ലേ? ഇപ്പൊ അറിയണം ഞങ്ങളോ എവിടുന്നോ വന്ന അവളോ ഒന്ന്. എടാ അങ്ങനൊന്നും അല്ല. വാടാ നിങ്ങൾ. എടാ എടാ നിക്കടാ. എടാ പുല്ലേ ചതിച്ചല്ലടാ. ഭഗവാനാണ് ഞാനല്ല. പിന്നെ എങ്ങനെ അവരറിഞ്ഞു? നീ എന്ത് തീരുമാനിച്ചു? അവളെ ഇഷ്ടപ്പെട്ടു പോയില്ലടാ ഞാൻ. നീ യക്ഷിക്ക് ചുണ്ണാമ്പ് കൊടുക്കാനൊന്നുമല്ല പോണ്, ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുക്കാനല്ലേ. പോയി കൊടുക്കടാ. ദൈവമേ. അയ്യോ ജെനി, ഒന്നുമില്ല. ഞാൻ ദേ പോയപ്പോ ഗിഫ്റ്റ് തരാൻ വന്നതാ. ഹാപ്പി ബർത്ത്ഡേ. പിന്നെ ഞാൻ ആർക്ക് വേണ്ടിയാ വാങ്ങി? വീട്ടിൽ കേറിയിട്ട് അതൊന്നും വേണ്ട, അതൊന്നും വേണ്ട. ഓക്കെ ഓക്കെ. നീ എൻ നെഞ്ചിലെ സ്വപ്നക്കൂടുമായി എന്നും എന്നിടലായി നീ കൂടെ വരില്ലേ? നീ എൻ ജീവനായി എന്നും കൂട്ടിനായി എന്നും എന്നിടലായി നീ കൂടെ വരില്ലേ? നിന്നരികിലെന്നും ഞാൻ, എന്നരികിലെന്നും നീ, സ്നേഹത്തിരകളായി നാം ഇരുവരും ഒന്നാനായി. നിൻ ഹൃദയം എനിക്കായും എൻ ഹൃദയം നിനക്കായും പ്രണയത്തിൻ ജാലകങ്ങളായി നിൽപ്പൂ കൂടെ. നീ എന്നിൽ വന്നു ചേരുന്നു പ്രണയത്തിൻ കാറ്റ് പോലെ. നീ എന്നും നിൻ ഹൃദയത്തിലെ സ്വപ്നങ്ങളായി. നീ എന്നിൽ വന്നു ചേരുന്നു പ്രണയത്തിൻ കാറ്റ് പോലെ. നീ എന്നും നിൻ ഹൃദയത്തിലെ പുഷ്പങ്ങളായി. അത് ശോഭയായി നിലനിൽക്കുമെൻ മനസ്സിൽ. നിന്നയനങ്ങൾ എൻ മനസ്സിൽ ഉണരും. അത് ശോഭയായി നിലനിൽക്കുമെൻ മനസ്സിൽ. കാതിൽ എന്നും നിൻ സ്വരമായി, കണ്ണിൽ എന്നും നിന്നഴകായി ഉണരും ജീവനായി എന്നിലെന്നും. കാതിൽ എന്നും നിൻ സ്വരമായി, കണ്ണിലെന്നും നിന്നഴകായി ഉണരും ജീവനായി നീ എന്നിലെന്നും. ഓ നീ
ചേരുന്നു പ്രണയത്തിൻ കാറ്റ് പോലെ നീ എന്നും എൻ ഹൃദയത്തിലെ സ്വപ്നങ്ങളാ നീ എന്നിൽ വന്നു ചേരുന്നു പ്രണയത്തിൻ കാറ്റ് പോലെ നീ എന്നും എൻ ഹൃദയത്തിലെ പുഷ്പങ്ങളാ നീ എൻ നെഞ്ചിലെ സ്വപ്നക്കൂടുമായി എന്നും എൻ നിഴലായി നീ കൂടെ വരില്ലേ നീ എൻ ജീവനായി എന്നും കൂട്ടിനായി എന്നും എൻ നിഴലായി നീ കൂടെ വരില്ലേ ഹലോ. നീ ഇവിടെ ഉണ്ടായിരുന്നോ? എന്താണ് ജനിയുമായിട്ട്? ഒന്നുമില്ല. നിനക്ക് എന്നോട് ദേഷ്യമാണെന്ന് എനിക്കറിയാം. നിനക്കറിയോ, എനിക്കൊരു തരം പ്രശ്നമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് സ്വഭാവം മാറും. അത് രണ്ടെണ്ണം കിട്ടുമ്പോ ശരിയായിക്കോളൂ. നീ എന്നെ അന്യനായിട്ട് കാണരുത്. അന്യനായിട്ട് കാണാൻ നീ വിക്രമൊന്നുമല്ലോ. അയ്യോ, എന്നാൽ കഴിയുന്ന ഹെൽപ്പൊക്കെ ഞാൻ ചെയ്യാം. എണീറ്റ് പോടാ പുറത്ത്. സാർ പോവാൻ. ബാ എന്നാ പോവാ. അപ്പൊ നിനക്ക് അവളെ ഇഷ്ടമാണല്ലേ? നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ എനിക്കൊരു പ്രശ്നമുണ്ട്. സ്വഭാവം മാറ്റം. നീ ഇപ്പൊ എന്തിനാ എന്നോട് ഇത് പറഞ്ഞത്? എന്താ ഉണ്ടായെന്നറിയോ? എന്റെ സ്വഭാവം മാറി. നിന്റെ പ്രേമം പൊളിച്ച് കൈ തരുവടാ. സൈത്താന്റെ അസൈത്താൻ. ആശിനോട് പറഞ്ഞ അവനെ മൂക്കി കേട്ടോടാ. തോടെ നിന്റെ ലവ് സ്റ്റോറി ട്വിസ്റ്റ് ട്വിസ്റ്റ് ട്വിസ്റ്റ്. ജെനി, ഐ ഹാവ് സംതിങ് ഫോർ യു. എന്താ ജിതിൻ? ഇവിടെ ഒരാൾക്ക് നിന്നോട് പ്രേമം. വേണമെങ്കിൽ ഞാനൊരു ക്ലൂ തരാം. 006. എന്തായി 006? ഫൈൻഡ് ഔട്ട്. എന്താ വിഷ്ണു? എന്താ ജിതിൻ പറയുന്നേ? എന്താ 006? അവനറിയാ അല്ലടാ വിഷ്ണു. എന്നാ പറ, ആരാ അത്? പറ വിഷ്ണു, പറ. എന്താ? എന്നോട് പറ. എൻ സ്വരം പൂവിടും ഗാനമേ, എൻ സ്വരം പൂവിടും ഗാനമേ, ഈ വീണയിൽ നീ അനുപല്ലവി. വേണ്ട, ആരും പറയണ്ട. ഒരു സ്പർശന സുഖം കിട്ടിയല്ലേ? ഇനി എന്തൊക്കെ കിട്ടാനിരിക്കുന്നു? പോടാ പട്ടി. ജെനിയോ? ഹലോ. സുരേഷ് കഴിഞ്ഞപ്പോ അടുത്ത ആൾ വന്നല്ലോ വിഷ്ണു. ഒരു 006. ആരാണവൻ? അവൻ ആരാണെന്ന് അറിഞ്ഞാലല്ലേ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. പ്ലീസ് വിഷ്ണു, പറഞ്ഞതാടാ.
നിനക്ക് അത്രയും വേണ്ടപ്പെട്ടവനാണോ? ശരി. നീ നാളെ ഗ്രൗണ്ടിലേക്ക് വാ, ഞാനെല്ലാം പറഞ്ഞുതരാം. താങ്ക്സ് വിഷ്ണു. ഓക്കെ. നാളെ അവളത് ഞാനാണെന്ന് അറിയുമ്പോൾ ഇനി അറിയാത്ത പോലെ നടിക്കുന്നതാണ്. ഞാൻ ഗിഫ്റ്റ് കൊടുത്തതൊക്കെ അവൾ മറന്നു. ഏതായാലും നാളെ ഞാൻ എൻ്റെ ഇഷ്ടം അവളെ അറിയിക്കും. ബെല്ലടിക്കാറായി. അല്ലെങ്കിൽ വേണ്ട, ഞാൻ പറയാം. ആണെങ്കിൽ ആണെന്ന് പറഞ്ഞാൽ മതി. 006 അല്ലേ? അപ്പോ ഒരു 6 ലെറ്റർ ഉള്ള ആളായിരിക്കണം. ശരത്താണോ? പിന്നെ ജിതിനാണോ? എന്നാലും നിനക്ക് എന്റെ പേര് പറയാൻ പറ്റുന്നില്ല അല്ലേ ജെനി? അതെ, ഞാൻ തന്നെയാണ് 006 വിഷ്ണു. ജെനി, സുരേഷ് കഴിഞ്ഞപ്പോ നീ ആയല്ലേ? നന്ദി, ഒരുപാട് നന്ദി. നിന്നെ ഞാൻ ഒരു നല്ല ഫ്രണ്ടായിട്ടാണ് കണ്ടത്. അത് ഞാനൊന്നും എന്നെ ഒരു ഫ്രണ്ടായി കാണാൻ പറ്റുമെങ്കിൽ മാത്രം നീ എന്നോട് സംസാരിച്ചാൽ മതി. ജെനി, പോയി കൈയും കാലും കഴുകിയിട്ട് വാ, ഭക്ഷണം കഴിക്കാം. എനിക്കൊന്നും വേണ്ട. എന്താ വേണ്ട? വേണ്ടാന്ന് പറഞ്ഞാ വേണ്ട. ഇതെന്താ വെള്ളം? ഞാനൊന്ന് പുറത്തു പോവാ. ഇങ്ങനെയോ? എന്തിന്? എല്ലാത്തിനും നിർത്താതെ ചോദ്യം ചോദിച്ചോ. എനിക്ക് എന്റേതായ കാര്യങ്ങളുണ്ട്. എല്ലാ അച്ഛനോട് പറയാൻ പറ്റിയെന്ന് വരില്ല. ഞാൻ എന്ത് ദ്രോഹ അവളോട് ചെയ്തേ? സ്നേഹിച്ചത് അത്ര വലിയ തെറ്റാ? ഞാൻ അവളെ ഇതുവരെ ഒന്ന് തൊട്ടിട്ട് പോലും ഇല്ലല്ലോ. പിന്നെന്താ? ട്രെയിന് വരാറായി, മാറി കടക്കട. എന്നാലും അവള്. നീ കള്ളു കുടിച്ചിട്ടുണ്ടാ? പോടാ വന്നി, എനിക്കാ ശീലം. എന്നാ വെള്ളം അടിക്കാതെ ഫിറ്റായ ആദ്യത്തെ മനുഷ്യൻ നീയ. നിനക്കറിയോ, അവക്ക് വേണ്ടി ഞാൻ എന്റെ ആശിഷ്ണി ശരത്തിനെയും അവന്മാര് പറഞ്ഞതാ. ഇല്ലാത്ത കാശും മുടക്കി ഗിഫ്റ്റ് വാങ്ങി കൊടുത്തപ്പോ അവളുടെ എക്സ്പ്രഷൻ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു അവൾക്ക് എന്നെ ഇഷ്ടമാണ്. അല്ലെങ്കിൽ ഈ പെണ്ണുങ്ങളൊക്കെ പഴയാടാ. അനാവശ്യം പറഞ്ഞല്ലോ. നീ എന്തിനാടാ എന്നെ തല്ലണത്? അവള് തന്നെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ. ഒരാള് ശരിയില്ല, എന്തിനാ ജിതിനോട് പറഞ്ഞേ ഫ്രണ്ടായി കണ്ടാ മതി എന്നൊക്കെ പറഞ്ഞു. എന്റെ ചോദ്യം അതല്ല, അവള് തന്നെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ. അങ്ങനെ പറഞ്ഞില്ല, പക്ഷെ ഇത്രയൊക്കെ പോരടാ. നിനക്ക് ഈ പെണ്ണുങ്ങളുടെ സൈക്കോളജി അറിയില്ല. ഇങ്ങനെ ഒരു സംഭവം കേട്ടാ അവർ ആദ്യം ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കും, അവരുടെ രോക്ഷം കാണിക്കും. പക്ഷെ എന്നിട്ട് അവൾ തന്നെ ഇഷ്ടമല്ലാന്ന് മൊത്തടിച്ച് പറഞ്ഞില്ല. എന്താ അവൾക്കിപ്പോ പഠിക്കണം, ഒരു ശല്യവും പാടില്ല, അതിനൊരു താൽക്കാലിക ഒഴിവാക്കൽ, അത്രേ ഉള്ളൂ. പിന്നെ നിനക്കൊരു കാര്യത്തിൽ അഭിമാനിക്കാം, അവൾ അത്ര പെട്ടെന്ന് വീഴുന്ന ടൈപ്പല്ലെന്ന് മനസ്സിലായല്ലോ. ചിലതുണ്ട്, ഒരു ഡയറി മിൽക്കും വാങ്ങിച്ചു കൊടുത്ത് ചിരിച്ച് കാണിച്ചാൽ മതി, അപ്പൊ വന്ന് മൊബൈൽ നമ്പർ ചോദിക്കും. അങ്ങനെയൊന്നും എന്റെ ജനിച്ചില്ലെന്നിപ്പോ മനസ്സിലായില്ലേ? ഇത്രയും KPS ലളിതമായിട്ടൊക്കെ എനിക്ക് പറഞ്ഞുതരാൻ പറ്റും. അൻപേണ്ട. ചാണ്ടിയുടെ വാക്കുകൾ പ്രചോദനമായി. പക്ഷെ പിറ്റേന്ന് ക്ലാസ്സിൽ വന്നപ്പോ അവൾ എന്നെ ഒന്നും നോക്കിയത് കൂടിയില്ല.
അതെന്നെ വല്ലാതെ തളർത്തി. ഈ ഗ്യാപ്പിൽ നമ്മുടെ പ്രാഞ്ചേട്ടൻ ഉണ്ടായ പോലെ ആ ചീങ്കണ്ണി ജിതിൻ, അതായത് സെയ്ത്താൻ, അവളായിട്ട് കമ്പനിയായി, ചിരിയും കളിയായി. അപ്പോഴൊന്നും ഞാനെന്നൊരു വസ്തു ആ സൈഡിലുണ്ടെന്ന ചിന്ത പോലും അവൾക്കുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കും ഒരു ദിവസം, അടുത്ത പെട്ട് ടീച്ചർ വരില്ല. ഞാനത് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് സൈത്താന് മനസ്സിലായിരുന്നു. അതേതോ കൈവച്ചുള്ള കളിയാണ്. ഓരോ തവണ അവൾ കൈവയ്ക്കുമ്പോൾ അവൻ അതിന് മീതെ വെക്കും. ഇത് പല തവണ തുടങ്ങും. അവൻ ജയിക്കാൻ വേണ്ടിയല്ല, അവളെ കൈ പിടിക്കാൻ വേണ്ടിയാ കളിച്ചത്. ഓരോ തവണ പിടിക്കുന്നവരും അവൻ ഓരോ നാരി എക്സ്പ്രഷൻ ഇട്ടുണ്ട്. ഭഗവാനെ, കാര്യങ്ങൾ കൈവിട്ട് പോകണല്ലോ. എനിക്കവളെ കിട്ടില്ലേ? ഇല്ല ഭഗവാനെ. ഫസ്റ്റ് റൺ ബൈ റൺ ടിക്കറ്റ് കിട്ടില്ല, നമുക്ക് റിസർവ് ചെയ്യാം. എന്താ ഒരു വഴി? ഐഡിയ. പ്രിൻസി വരണേ. സർ, ഗുഡ് ആഫ്റ്റർനൂൺ. ശരിക്കും ഇതെന്തോ അതെന്റെ ആൻഡ്രൈവാ. എങ്ങനെയുണ്ടാ എന്റെ കൈക്കളി? മോടത്തി ഇങ്ങോട്ട് മാറി നിൽക്ക്. ഇതെന്റെ അല്ലേ? സത്യമായിട്ടും ഇതെന്റെ അല്ല. മോനെ സൈത്താനെ, നിന്റെ മോണായിട്ട് എന്നോട് കണ്ടാട്ടാ. സത്യത്തിലത് ആരുടെ പെൺഡ്രൈവാ? ഞാൻ നിനക്ക് പ്രസന്റ് ആയി തന്ന പെൺഡ്രൈവ് എങ്ങനെടാ അവന്റെ ആവുന്നേ? நட்பால நம்ம நெஞ்ச தச்சா, நம் கண்ணில் நீரம் பொங்க வச்சா, என் ஃப்ரெண்ட போல யாரு மச்சான்? പെൺഡ്രൈവ് ഫുള്ള് മറ്റേതാണല്ലേ? അത് കണ്ട് നമ്മുടെ പ്രിൻസിയുടെ ബോധം പോയിന്ന് കേട്ടോ. ഇപ്പൊ എങ്ങനെയുണ്ടാ? ഇപ്പൊ എല്ലാം ഓക്കേടാ. ഇവിടെ എല്ലാം ഓക്കെ അല്ലേ? ഇപ്പൊ ഒരു ഒഴിയാപ്പാതെ പറഞ്ഞു വിട്ടോളൂ, ഒരു സൈത്താനെ. എല്ലാം ഓക്കെ സ്ഥിതിക്ക് അച്ഛന്റെ വിഷമം കൂടെ അങ്ങോട്ട് തീർത്ത് കളയാൻ ഞാൻ തീരുമാനിച്ചു. സോറി അച്ഛാ, ഇനി ഞാൻ നന്നായി പഠിച്ചോളൂ. സത്യമില്ല, ഇവിടെ പഠിക്കണമെന്നതൊരു വാശിയായി. നന്നായി പഠിച്ചു. ഞാൻ 80% മാർക്കോടെ പാസ്സായി. അങ്ങനെ ഞാൻ +1 ആയി.
എൻ്റെ മിക്ക ഗ്യാങ് മെമ്പേഴ്സും എന്നെ പോലെ കൊമേഴ്സ് ഓപ്റ്റ് ചെയ്തു. എന്നാൽ എന്നെ സങ്കടത്തിലാഴ്ത്തി അവൾ കമ്പ്യൂട്ടർ സയൻസ് ചേർന്നു. ഓരോ തവണ അവൾ മുന്നിലൂടെ കടന്നു നീങ്ങുമ്പോഴും ഞാൻ പോലും അറിയാതെ ഞാൻ അവളെ നോക്കിപ്പോകും. അവളെ പെട്ടെന്ന് കാണാൻ ഇടവരുമ്പോ എന്താ പറയാ, ഒരു സെക്കൻഡ് ഹാർട്ട് ബീറ്റ് നിലച്ചു പോകും. വായിൽ നിന്ന് ശ്വാസം എടുത്ത് മൂക്കിലൂടെ വിടുന്ന അവസ്ഥ. ഇതാണോ പ്രണയം? അറിയില്ല. പ്രാക്ടിക്കല് കഴിഞ്ഞ ഒരു മാലാഖയെ പോലെ അവൾ ഇറങ്ങി വരുമ്പോ ഭഗവാനെ എന്നെ അവളൊന്ന് നോക്കണേന്ന് അറിയാതെ പ്രാർത്ഥിച്ചു പോകും. എവിടെ. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഞാൻ നോട്ട്സ് എഴുതിക്കൊണ്ടിരിക്കുമ്പോ അവൾ എവിടെ ഉണ്ടെന്നൊരു ഫീല്. കാമുകന്മാരുടെ മൂക്കിന്റെ സെൻസർ ചില സമയങ്ങളിൽ പോലീസ് നായകളെക്കാൾ ബലം ചെയ്യുന്നു പറയുന്നത് വെറുതെ അല്ല. ഞാൻ എന്റെ ജനാലയിലൂടെ എന്റെ കണ്ണോടിച്ചപ്പോ ദാ നിൽക്കുന്നു എന്റെ മാലാഖ. അവളൊരു 5 സെക്കൻഡോളം എന്നെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു. ഞാൻ തിരിച്ചു. 3 മാസങ്ങൾക്കിടയിൽ ആദ്യത്തെ നോട്ടം. ആ നോട്ടത്തിൽ ശരീരമാസകലം അങ്ങോട്ട് ഫ്രീസായോ. എന്താ പറയാ, ആ നിമിഷം ചുറ്റുമുള്ളൊന്നും കാണാൻ പറ്റൂല. ആ ജനാലി അതിനകത്തുള്ള അവളുടെ മുഖവും മാത്രം. പക്ഷെ ചുറ്റുമുള്ള എല്ലാം പഠിപ്പിക്കുന്ന രാജസാർ കാണുന്നുണ്ടായിരുന്നു. പഠിച്ചു. മച്ചവള് ലുക്ക് വിട്ടല്ലേ? ശുഭലക്ഷണം. ചെല്ല്, നിനക്ക് പറയാനുള്ളതൊക്കെ പോയി പറഞ്ഞിട്ട് വാ. ഇനിയും നീ മറന്നിട്ടില്ല എന്ന് അവളെ അറിയിക്കണം. എന്താടാ ഞാൻ പറയാ? നല്ലോണം ആലോചിച്ചിട്ട് വേണം പറയാൻ, മനസ്സിലായോ? എന്നാ ഒരു സെക്കൻഡ് അവളെ പുറത്തേക്ക് വിളിച്ചിട്ട് പറയാല്ലേ? പൊട്ടച്ചോനെ കാത്തോ. ഇന്നലെ ഒരു പാർട്ടി ഉണ്ട്. ഹേയ്, ഞാൻ കള്ളു കുടിക്കാറില്ല. ഒരു വഴിക്ക് പോകുമ്പോഴാ ഒരു പാർട്ടി. എന്താ പ്രശ്നം? ബെനിയുടെ പപ്പയ്ക്ക് ട്രാൻസ്ഫർ അത്രേ. നാളത്തോടെ അവൾ സ്കൂളിൽ. ട്രാൻസ്ഫറോ? അപ്പോ ഇവിടെ പഠിച്ചതൊക്കെ പോകുന്ന സ്കൂളിൽ കണ്ടിന്യൂഷൻ കിട്ടാനാണ് ചാൻസ്. ആ സങ്കടത്തിൽ എനിക്ക് ആശിഷിനോടും ശരത്തിനോടും ചോദിക്കാൻ ഒന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നിരാശ കാമുകന്മാരുടെ സ്വർണ്ണ കിരീടത്തിൽ ഒരു പൊൻതൂവൽ കൂടി മിസ്റ്റർ വിഷ്ണു നന്ദകുമാർ. സങ്കടമുണ്ട്, ഒരുപാട് സങ്കടമുണ്ട്. ഒരു യാത്ര പോലും പറയാതെ അവള് പോവാനടാ. നിന്റെ മൊത്തത്തിലുള്ള ഔട്ട്ലുക്കാ പ്രശ്നം. പൊക്കവുമില്ല, മോത്ത് മീശയുമില്ല. നീ അല്ലടാ നായ പറഞ്ഞത്. എനിക്ക് അവളായിട്ട് ഒടുക്കത്ത് ചർച്ച ചെയ്യണം. എടാ, അത് ഞാൻ നിന്നെ ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ. സ്വയം കണ്ണാടി നോക്കുമ്പോ എല്ലാവർക്കും അവനാ മമ്മൂട്ടി തന്നെ. പക്ഷെ ബാക്കിയുള്ളവർക്ക് അങ്ങനെ തോന്നണ്ടേ? നീ അതൊന്നും കാര്യാക്കണ്ടടാ. സത്യത്തിൽ അവൻ പറഞ്ഞത് നേരാടാ. ഈ പൊണ്ണത്തടിയനെ എന്നെ എങ്ങനെ അവക്ക് ഇഷ്ടാവുക? ഉയരമില്ല, ഒന്നുമില്ല. ഇനി അഥവാ അവക്ക് കുറച്ച് ഇഷ്ടമെങ്കിൽ തന്നെ നാളെ പോവല്ലടാ. ഇനി എന്ന് കാണാൻ. അവക്ക് അവളുടെ വഴി, എനിക്കെന്റെ. അതോടെ ഈ മണ്ടനെ അവള് മറക്കും. That's all. പക്ഷെ പോകുന്നതിന് മുമ്പ് അവളോട് ഞാൻ 2 വാക്ക് പറയും. ഞാനത് പറഞ്ഞിരിക്കും. നീ ഇത് എങ്ങോട്ടാ? ഒലീവിയ, മനസ്സിലായില്ല? ഒലീവിയ എന്ന് വെച്ചാ
സ്വർഗത്തിലേക്കുള്ള ചവിട്ടുപടി, ദ സ്റ്റെയർവേ ടു ഹെവൻ. ഞാനും കയറട്ടാ സമാധാനത്തിന്റെ, നന്മയുടെ, സ്നേഹത്തിന്റെ ചവിട്ടുപടി. ഹലോ, അപ്പൊ എന്നെ മറന്നിട്ടില്ല അല്ലേ? ഞാൻ വിചാരിച്ചു മറന്നു കാണും. നാളത്തോടെ ട്രാൻസ്ഫർ ആയി പോവാണെന്നാണ്. നീയോ എന്നോട് ഗുഡ് ബൈ പറഞ്ഞില്ല, ഞാനെങ്കിലും പറയണല്ലോ, അതാ വിളിച്ചത്. നീ കള്ളു കുടിച്ചില്ല? കണ്ടുപിടിച്ചു കള്ളി. ഈ ശീലത ആശയിട്ട ഇനി മറ്റു കാന്തന്മാരെ പോലെ ഇത് ആവർത്തിക്കാനും പോകുന്നില്ല. പക്ഷെ ഇത് വെറുതെ ഒരു ധൈര്യത്തിന്. എന്താ വേണ്ടെന്ന് ചോദിച്ചാ ഭവതി ഉടനെ എടുത്തു തരുമോ? എങ്കിൽ താടിയല്ലേ ശരിയാ. ജെനി, നിനക്ക് എന്നെ ഇഷ്ടമല്ല എന്ന് മനസ്സിലായപ്പോ ഞാൻ തീരുമാനിച്ചതാ, ഇനി നിന്നെ നോക്കരുത്. പക്ഷെ എന്റെ കണ്ണുകൾ എന്നെ അതിനനുവദിച്ചില്ല. ഇനി നിന്നെ കുറിച്ച് ചിന്തിക്കരുതെന്ന് എന്റെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചതാ. പക്ഷെ അവനും എന്നെ ചതിച്ചു. ഓരോ തവണ നീ മുന്നിലൂടെ കടന്നു നീങ്ങുമ്പോഴും ഒറ്റ പ്രാർത്ഥനയുള്ളൂ, ഒന്നും നോക്കണേ എവിടെ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇപ്പോഴും ഈ വിഷ്ണു നന്ദകുമാറിന്റെ മനസ്സിന് മുഴുവൻ ജനിയാണ്. ഒടുവിലെല്ലാം കഴിച്ചു പിടിച്ചിരുന്നപ്പോ ഇന്ന് നീ തന്ന നോട്ടം, ഒരു സെക്കൻഡ് ഞാൻ പ്രാർത്ഥിച്ചു പോയി, എല്ലാം ശരിയാവണം. എവിടെ ദേഹം കിടക്കുന്നു സൈത്താൻ ട്രാൻസ്ഫറിന്റെ രൂപത്തിൽ. നീ പറഞ്ഞ ഉടനെ ഞാൻ ആ സുരേഷിനെ വകവെത്തിയത് നിന്നെ വാക്കുകൊണ്ട് മാത്രമല്ല, കഞ്ചാവും കള്ളുകൂടിയനായ അവൻ അറിയാതെ പോലും നിന്റെ ജീവിതത്തിൽ കടന്നു വരുന്നത് ആഗ്രഹമുണ്ട്. നിന്റെ കണ്ണു നിറഞ്ഞ പടയുന്നത് എന്റെ ഹൃദയമാണ് ജനി. പക്ഷെ എന്റെ ഹൃദയത്തിന്റെ പടത്തിലായിരിക്കും നിന്റെ കണ്ണുകൾ കണ്ടിട്ടില്ല. പ്രസന്റ് തന്നപ്പോ ചിരിച്ചത്, ക്യൂട്ട് എന്ന് പറഞ്ഞത്, ആ കാര്യം പറയാൻ കൈ പിടിച്ചത് എന്തിനായിരുന്നു ജനി? മോഹിച്ചത് എന്നത്, മോഹിപ്പിച്ചത്. എനിക്ക് നിന്നോട് ഇത്ര പറയാനുണ്ട്, എന്നേക്കാൾ സൗന്ദര്യവും പൊക്കമുള്ള സകലകലാവലവന്മാരെ നിനക്ക് കിട്ടും. പക്ഷെ എന്റെ അത്ര നിന്നെ സ്നേഹിച്ച മറ്റൊരുത്തന് നിനക്ക് ഈ ജീവിതത്തിൽ കിട്ടും. നീ നാളെ എന്റെ ക്ലാസിന്റെ മുമ്പിലേക്ക് വരണം. എന്തിനാ ചാച്ച പറയാനോ? വെച്ചോ. ഹലോ, അച്ഛാ, ഒരു പാർട്ടി നാളെ രാവിലെ എത്തുള്ളൂ കേട്ടോ. നീ കള്ളു കുടിച്ചിട്ടുണ്ടോ? ഇതെങ്ങനെയല്ല ഒരു കണ്ടുപിടിക്കുന്നത്? ഫോണിലൂടെ സ്മെല്ല് അടിക്കുന്നു. അതെ അച്ഛ, അച്ഛന്റെ മോൻ ആദ്യമായിട്ട് കള്ളു കുടിച്ചു. അച്ഛ, അവളല്ലേ ആ ജനി? അവള് നാളെ ട്രാൻസ്ഫർ ആയി പോവാ. നാളത്തോടെ എല്ലാം തീരും. അവള് പോട്രാ, നിനക്കിപ്പോ 17 വയസ്സല്ലേ ആയുള്ളൂ. ഒരു 5 കൊല്ലം കൂടെ വെയിറ്റ് ചെയ്യ്, നിന്റെ അച്ഛൻ പൊക്കിക്കൊണ്ടുവരാ അവളെ. നീ അതിനെങ്ങനെ സെന്റിമെന്റ്? നീ എന്റെ മോനാണോടാ? അച്ഛാ, അന്ന് ഞാൻ പറഞ്ഞ ഞാൻ ഒന്നുകൂടെ പറയാ, യു ആർ ദ ബെസ്റ്റ്. താങ്ക്സ് ഡാ മോനെ. ഓവർ ഡോസായി വഴി കിടക്കാതെ നാളെ രാവിലെ തന്നെ ഇങ്ങ് പോരെ.
ഞാൻ വരും അച്ഛാ. ഞാൻ വരും. മോളിരിക്ക്. പപ്പയുടെ ട്രാൻസ്ഫർ മാറ്റിവെച്ചു. പതുക്കെ. അമ്മ അറിയണ്ട. നാളെ നമുക്കൊരു സർപ്രൈസ് കൊടുക്കും. മോളുടെ പഠിപ്പിന് വേണ്ടിയാണ് പപ്പ ഇത് ചെയ്തത്. എൻ സ്വപ്നമായി നീ എന്നെന്നും എൻ മനസ്സിലെന്നും നിൻ സ്നേഹമുണരുന്നു. എൻ സ്വപ്നമായി നീ എന്നെന്നും എൻ മനസ്സിലെന്നും നിൻ സ്നേഹമുണരുന്നു. അയ്യോ എന്തു പറ്റി? ഇന്നലെ ചെറിയൊരു ആക്സിഡന്റ്. അത് കുഴപ്പമില്ല. ഇന്നലെ ഞാൻ ഓവറായിരുന്നു. എന്താ പറയാനുള്ളത്? എന്താ പറയാ, ട്രാൻസ്ഫർ ആയി പോവാണെന്ന് അറിഞ്ഞപ്പോൾ വല്ലാത്ത വിഷമമായിരുന്നു. ഇന്നലെ രാത്രി അച്ഛൻ വന്ന് ആ ട്രാൻസ്ഫർ പിൻവലിച്ചെന്ന് പറഞ്ഞപ്പോ എന്തോ വല്ലാത്ത സന്തോഷം. ഇതിനു മുമ്പ് അച്ഛന് ട്രാൻസ്ഫർ കിട്ടിയിട്ടുമുണ്ട്, പോയിട്ടുമുണ്ട്. ഒരിക്കലും ഈ സന്തോഷമോ സങ്കടമോ ഉണ്ടായിട്ടില്ല. നീ അന്ന് എനിക്ക് തന്ന ആ ടെഡി ബെയർ, സത്യത്തിൽ ഇന്നലെയാണ് ഞാൻ അത് കബഡിൽ നിന്ന് എടുത്തത്. ഇന്നലെ മുഴുവൻ അതിനെ ഞാൻ കെട്ടിപ്പിടിച്ചു കടന്നുറങ്ങി. എന്താണ് ഞാൻ ഇങ്ങനെ? പിന്നീടാണ് മനസ്സിലായത് ഇതെല്ലാം എന്തിന്റെയോ ഒരു സിംറ്റം ആണെന്ന്. ഐ തിങ്ക് ജെനി എന്ന എനിക്ക് വിഷ്ണു എന്ന നിന്നെ ഇപ്പോ ലോകത്ത് മറ്റെന്തിനേക്കാളും ഇഷ്ടമാണ്. പ്രണയത്തിന്റെ ഈ മത്സരത്തിൽ വിഷ്ണു നന്ദകുമാറിനോട് ജെനി ജെയിംസ് തോൽവി സമ്മതിക്കുന്നു. മോളെ, ഭൂമിയിൽ അവൻ എന്ത് ചോദിച്ചാലും അതൊക്കെ ഞാൻ അവന് സാധിച്ചു കൊടുത്തിരുന്നു. പക്ഷേ നിന്റെ കാര്യത്തിൽ എനിക്കതിന് കഴിഞ്ഞില്ല. അതിനു മുന്നേ
അവൻ ലോകത്ത് മറ്റെന്തിനേക്കാളും നിന്നെ സ്നേഹിച്ചിരുന്നു. അതുകൊണ്ട് അവൻ്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ പറയുകയാണെന്ന് വിചാരിക്കണം. ഈ സങ്കടമെല്ലാം നീ മറക്കണം. ഇനിയും ഒരുപാട് പഠിക്കണം. പഠിച്ച് വലിയ ആളാവണം. ഒരു തുള്ളി കണ്ണീരിന്റെ നനമോടെ ആ റോസാപ്പൂക്കൾ അവൾ അവന്റെ ദഹിപ്പിച്ച ശരീരത്തിൽ മുന്നിൽ വെച്ചു. അപ്പോൾ കാറ്റിന്റെ സ്വരത്തിൽ അവന്റെ ആത്മാവ് അവളോട് മന്ത്രിച്ചു. ഇന്ന് നീ തന്ന റോസാപ്പൂക്കൾ അന്ന് നീ എനിക്ക് തന്നിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ജീവനോടെ ഉണ്ടാകുമായിരുന്നല്ലോ ജനി. നിനക്ക് എന്നെ ഇത്രയ്ക്ക് ഇഷ്ടം. അവളുടെ കൂടെ